ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സും ഗോതമ്പ് പൊടിയും വെച്ച് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓവൻ ഇല്ലാതെയും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ ഒരു റിങ് വെച്ച് അതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേനും ഒരു 4 ഈത്തപ്പഴവും കൂടി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ച പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു ഓറഞ്ചിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല ഓറഞ്ചിൻ്റെ നീരായിരിക്കണം. ഇനിയിപ്പോൾ ഇതാ ഒരു 4 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ബട്ടർ ഒഴിക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബട്ടർ കയ്യിലില്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഓട്സാണ്. 250 ml കപ്പിൽ 1 കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അധികം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണത്. കുട്ടികൾക്കെല്ലാം നല്ലതുപോലെ ഇഷ്ടപ്പെടും. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 ബദാമും വാൾനട്ടും 1 ടേബിൾ സ്പൂണോളം നിലക്കടലയും പിന്നെ പംകിൻ സീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചെറിയ ജാറിലിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പുരട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് മൈദയാണ് തട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുന്നതായാലും ആദ്യം നല്ലതുപോലെ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഇതിനൊരു 45-50 മിനിറ്റോളം ആവും. ഓരോ ഓവൻ്റെയും ചൂട് വ്യത്യാസമായതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ബാറ്റർ റെഡിയായി. ഇനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ബേക്കായി വരട്ടെ. അതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്കെല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. എടുത്ത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കുത്തി നോക്കിയാൽ മതി. കേക്ക് ഇങ്ങനെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് തണുത്തതിന് ശേഷം തട്ടിയെടുക്കാം. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ചായക്കല്ല് എടുക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത്. പഞ്ചസാര ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. തേനും ഈത്തപ്പഴം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഹെൽത്തി ആയ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.